മൗറീഷ്യസിന്റെ വെസ്റ്റ് കോസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ലൈറ്റ് ഹൗസ് കാണാനാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. 1910 കേട്ടോ ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അകത്ത് കയറി കാണാനുള്ള ഓപ്ഷൻ നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങുന്നത് ലൈറ്റ് ഹൗസിന്റെ വ്യൂ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. മൗറീഷ്യസിൽ വരുന്ന മിക്ക ടൂറിസ്റ്റുകളുടെയും പ്രധാന ഒരു അട്രാക്ഷൻ പ്ലേസും കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങളിതാ ഏകദേശം താഴേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ സൈഡിലേക്കാണ് കേട്ടോ ഞങ്ങൾ നടന്നു പോയത്. അപ്പോൾ ഇത്തവണ നമ്മൾ ചെറുതായിട്ട് വഴി മാറ്റി പിടിച്ചതാ ഈ സൈഡിലേക്ക് നടന്നു പോവാന്ന് വിചാരിച്ചു. ഈ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് വെറുതെ ആയില്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി ക്യാമറയിലൂടെ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മൗറീഷ്യസിൽ സാധാരണ നമ്മൾ ബീച്ചാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോവാറ്. പക്ഷെ അതൊന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇത്തവണ നമ്മൾ ബീച്ചും സൺസെറ്റും അതുപോലെ ഈ പാറക്കൂട്ടങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൊതുവേ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഒന്ന് ആ പാറക്കൂട്ടങ്ങളുടെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കിയിട്ടോ. അപ്പോൾ ഒരു ചെറിയ കേവ് പോലെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നവരാരും എന്നെ സമ്മതിക്കാത്തത് കാരണം ഞാൻ അതിന് ഉള്ളിലേക്ക് കയറി പോയില്ല കേട്ടോ. സൺസെറ്റ് എല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. മൗറീഷ്യസിലെ പുതിയ സ്ഥലങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.